വളരെ സുപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ ഈ റെയ്ഡിൽ ലഭിച്ചു എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെ ചില വീടുകളിൽ പരിശോധന നടത്തി കാര്യമായ തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് എഴുതി നൽകിയതായിരുന്നു വലിയ പ്രചരണമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് CPM. പക്ഷേ ഇ.ഡി. പറയുന്നത് ഈ റെയ്ഡിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അതായത് നേരത്തെ തന്നെ ഇതിൽ പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പ് നടത്തിയിരുന്നു. CMRLന്റെ ഉദ്യോഗസ്ഥരായ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിരുന്നു. അവർ നൽകിയ മൊഴിയിലും CMRL ഏതൊക്കെ തരത്തിലാണ്, അതായത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് ഇതിൽ ഈ ഉദ്യോഗസ്ഥർ പല ആളുകൾക്ക് പണം നൽകിയതിന്റെ പട്ടികയും അതിന്റെ വിശദാംശങ്ങളും മൊഴിയായി നൽകിയത്, അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ, രേഖകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം CMRLന്റെ കമ്പനിയിലും അവരുടെ ജീവനക്കാരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ലഭ്യമായി എന്നാണ് ഇ.ഡി. പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡിൽ തങ്ങൾ പൂർണ്ണ സംതൃപ്തിയുണ്ട്. മാസപ്പടി കേസിൽ കള്ളപ്പണം തടയൽ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ തെളിവുകൾ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതായത് മൊഴി മാത്രമല്ല, ആധികാരികമായ രേഖയും ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഇ.ഡി. ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ലഭിച്ചാൽ വീണയെ തന്നെ ആദ്യം ചോദ്യം ചെയ്യാനുള്ള നീക്കം, അതായത് കഴിഞ്ഞ ദിവസം പ്രാഥമിക മൊഴിയെടുപ്പ് മാത്രമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത്. പക്ഷേ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണം. അത് കൊച്ചി ഓഫീസിലേക്ക് സമൻസ് നൽകി വിളിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നത്. 3,28,00,000 രൂപ, അതായത് 2,78,00,000 ഈ വീണയ്ക്കും അവരുടെ സ്ഥാപനത്തിലേക്കും ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ഇടപാടുകൾ, അതായത് ചെയ്യാത്ത സേവനത്തിനെന്ന പേരിലും 25 ലക്ഷം രൂപ 2 ഘട്ടമായി എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാമുള്ള രേഖകൾ ഇപ്പോൾ തന്നെ ഇ.ഡിയുടെ കൈവശം കിട്ടി. അതുകൊണ്ട് ഇനി വീണയെ ഇത് സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പണമിടപാട് നടന്നത് എന്ന കാര്യത്തിന് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ ധാതു സമ്പത്ത് അനധികൃതമായി, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൊള്ളയടിച്ച് വിൽക്കാൻ വേണ്ടി അധികാരവർഗത്തിനു പണം കൊടുത്ത് സ്വാധീനിച്ചു മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് പരോക്ഷമായി സമ്മതിച്ചുകൊണ്ടാണ് ഈ 182 കോടിയുടെയെങ്കിലും 2019 ജനുവരി 25 നടത്തിയ പരിശോധനയിൽ മിസ്അപ്രോപ്രിയേഷൻ കണ്ടെത്തുന്നത്. അതിലാണ് 1000 പേജോളം വരുന്ന ഈ ലൂസ് ഷീറ്റുകൾ എന്ന് പറയുന്ന താളുകളിൽ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ പ്രമുഖരുടെയും പേരുകൾ, അവരൊക്കെ വാങ്ങിയ പണം, സാക്ഷാൽ കർത്ത അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു, ആർക്ക് കൊടുത്തു, ആരാണ് ഇവരെന്നൊക്കെയുള്ളതിന്റെ മൊഴിയും ശശിധരൻ കർത്ത കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂടി അന്വേഷണം വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരളം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോഴയായി, അതായത് പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനിയെന്ന് ആരോപിച്ച് ഇവരൊക്കെ തന്നെ രാഷ്ട്രീയ സമരം നടത്തിയിട്ടുള്ള കമ്പനിയിൽ നിന്ന് പണം പറ്റിയതിന്റെ ഒരു വലിയ പട്ടിക പുറത്തു വരും. അതിലേക്ക് കൂടി അന്വേഷണം വേണം. ഇ.ഡി. എന്തായാലും സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങില്ല. അതിശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്.